ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി റിട്ടം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ സ്കോഡയുടെ വാഹനമാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് ഞാൻ ഈ ഒരു വാഹനമായിട്ട് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഈ ഒരു അടുത്ത സമയത്ത് ഒരു കുറച്ച് നാൾ 1-2 മാസമായിട്ടുണ്ട് ഈ ഒരു വേരിയൻറ്റ് ലോഞ്ചായിട്ട് നമുക്ക് നിലവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിട്ട് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ക്രൂയിസ് കൺട്രോൾ സഹിതം ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിനൊരു ബേസ് മോഡലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ക്ലാസിക് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ ഇതിന് വരുന്നത്. അപ്പോൾ ക്ലാസിക്കിന് ശേഷം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ എന്നൊരു വേരിയൻ്റാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിക്കിനും സിഗ്നേച്ചറിനും ഇടയ്ക്കാണ് ഈ ഒരു അതായത് ഒനിക്സ് എന്നതാണ് ഈ ഒരു വേരിയൻ്റെ പേര് വരുന്നത്. ഈ ഒരു വേരിയൻ്റ് നിലവിൽ വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് സിഗ്നേച്ചർ മുതലായിരുന്നു ഓട്ടോമാറ്റിക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ് അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി ലോഞ്ചായ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. ഓട്ടോമാറ്റിക്കിൽ മാത്രമേ നമുക്കൊരു വേരിയൻറ്റ് കിട്ടുകയുള്ളൂ. 13,49,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമ്മളത് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 16,49 റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ആ ഒരു 16 ലക്ഷം ബഡ്ജറ്റിൽ ആ ഒരു സ്കോഡ എന്ന ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം ഫീച്ചേഴ്സോടുകൂടി സ്വന്തമാക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. കുഷാക്കിൻ്റെ ഒനിക്സ് എന്നതാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, നമുക്ക് ബേസ് മോഡലിനും ശേഷം വരുന്നതാണ് ഈ ഒരു വേരിയൻറ്റ്. അത് ബേസായിട്ട് നമ്മൾ പറഞ്ഞത് ക്ലാസിക് എന്നതാണ്. അതിനുശേഷം നേരത്തെ സിഗ്നേച്ചർ എന്നതായിരുന്നു. ഇപ്പം നിലവിൽ പുതുതായിട്ട് വന്നതാണ്. അതായത് ഇതിനകത്ത് വരുന്ന സമയത്ത് കുറേ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ട്രാക്കും എല്ലാം ഉള്ളതായിട്ട് റിട്ടേൺസൊക്കെ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അത് ഓരോരുത്തരെയും സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ 2 ലക്ഷം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരും വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അത് ഓരോരുത്തരെയും സിവിൽ സ്കോറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് എത്ര ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം, ഒരു പ്രീമിയം വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് പറഞ്ഞു. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഇതൊരു വൈറ്റ് കളർ വാഹനമാണ്. അപ്പോൾ ഒരു വൈറ്റ് കളർ വാഹനത്തിൽ ആ ഒരു ക്ലാഡിംഗ് ഒക്കെ നൽകിയിട്ടുള്ളതും ഒക്കെ നല്ല രസമുണ്ട്. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് ഒരു സമയം നല്ല ബോൾഡോടുള്ള ക്യാരക്ടർ ലൈൻസ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നൽകിയിട്ടുള്ളത് കാണാൻ. ആ ഒരു ഹുഡിൻ്റെ പോർഷനിലായിട്ട് സ്കോഡയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു പോർഷനിലും കമ്പനി നൽകിയിട്ടുണ്ട്. നമ്മളൊരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്ലാറ്റുള്ള രീതിയിലാണ് ആ ഒരു ഗ്രില്ല് നൽകിയിട്ടുള്ളത്. ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് ആ ഒരു ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോം എലമെൻറ്റിലുമാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ചുറ്റും നൽകിയിട്ടുള്ളത്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് LED ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ DR നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ സ്മോക്ക്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ LED ഹെഡ്ലാമ്പ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം വിസിബിലിറ്റി നമുക്ക് രാത്രി സമയങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഫോഗ് ലാമ്പിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിംഗ് ഫംഗ്ഷൻ കൂടി നമുക്ക് ഈ ഒരു ഫോഗ് ലാമ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ഈ ഒരു ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ വരുന്ന ഒരു ഫീച്ചേഴ്സാണ്. അതിലിവിടെ ചെറിയ ബ്ലാക്ക് ലാഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എയർ ഡാമ്പ് കാണാം. അതൊരു ഹണികോം പോലെ തോന്നുന്ന ഒരു ഡിസൈൻ എലമെൻറ്റിനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഒരു ടോപ്പ് എൻഡ് വാഹനം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് സ്കോഡ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് മോശമില്ലാത്ത രീതിയിൽ നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ആകെ ഒരു നമുക്കൊരു മിസ്സിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അലോയ് വീൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. കാര്യം വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത്. ഫുള്ളി സിൽവർ ഫിനിഷിലാണ് നമുക്ക് ആ ഒരു വീൽ കപ്പ് കമ്പനി നൽകിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു 16 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. 205/60R17 ആണ്, 16 ആണ് ആ ഒരു ടയർ സൈസ് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു 16 ഇഞ്ച് ടയറാണ് വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു SUV ടൈപ്പ് വാഹനങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ആ ഒരു വാഹനത്തിന് ചുറ്റും പോയിട്ടുള്ളതായിട്ട് കാണാം. ആ ഒരു ഫ്രണ്ടറിലൊക്കെ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ ആ ഒരു ഫ്രണ്ടറിലാണ് നല്ല ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്കോഡ എന്നൊരു ബാഡ്ജിങ് നൽകിയിട്ടെടുത്ത് തന്നെ റിയറിലേക്ക് ഒരു ക്യാരക്ടർ ലൈൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. തൊട്ട് താഴ്ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടർ ലൈൻ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഏകദേശം ഒരു 188 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നല്ല മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. മിററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബോഡി കളറിലുള്ള മിറേഴ്സാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കളർ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് ആ ഒരു റൂഫ് റെയിൽ കമ്പനി നൽകിയിട്ടുള്ളത്. മോശമല്ലാത്ത രീതിയിൽ വലിപ്പമേറിയ ഗ്ലാസ് ഏരിയയും നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറെ ഒരുപാട് ക്രോം എലമെൻറ്റുകൾ നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈൽ വാരിക്കൂരി നൽകിയിട്ടില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ആകെ വേണ്ടുന്ന ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു അലോയ് വീൽ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഒരു വീൽ
വീൽ കപ്പിൻ്റെ ആ ഒരു ഡിസൈൻ ഇത്രത്തോളം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊരു വീൽ കപ്പാണ് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കത്തില്ല. കാര്യം ഒരു അലോയ് കാണുന്നത് പോലെ തന്നെയാണ് ആ ഒരു വീൽ കപ്പ് കമ്പനി നൽകിയത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് ഒരിക്കലും നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കും. വീൽ കപ്പാണെന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തൊന്നുമില്ല. MRFിൻ്റെ ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു വേരിയൻറ്റ് തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഒനിക്സ് എന്നൊരു ബാഡ്ജിങ് നാണ്ട് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് ഒനിക്സ് എന്നാണ് ഈ ഒരു വേരിയൻ്റെ പേര് വരുന്നത്. ആ ഒരു ബാഡ്ജിങ് നാണ്ട് ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അവിടെ നിന്ന് നമ്മൾ ആ ഒരു റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിഫോഗർ ലൈൻ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ റിയർ വൈപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് നോക്കുമ്പോൾ ആ ആൻഡ് നൽകിയിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ടെയിൽ ലാമ്പൊക്കെ നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു പോർഷനിലെ ടെയിൽ ലാമ്പൊക്കെ അതും നമുക്ക് അത്യാവശ്യം സ്മോക്കഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും കമ്പനി നൽകിയത്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. സ്കോഡയുടെ ഒരു ബ്രാൻഡിങ് ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുണ്ട്. അതുപോലെ വേരിയൻ്റ് എന്നല്ല, ആ ഒരു വാഹനത്തിൻ്റെ നെയിം ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒനിക്സ് എന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആ ഒരു ബി പില്ലറിലായിട്ടാണ് ആ ഒരു വേരിയൻറ്റ് തിരിക്കുന്ന രീതിയിലുള്ളൊരു ബാഡ്ജിങ് കമ്പനി നൽകിയിട്ടുള്ളത്. അതിൽ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു 385 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി ബൂട്ട് സ്പേസ് നൽകിയിട്ടുള്ളത്. മോശമല്ലാത്ത രീതിയിലുള്ള ബൂട്ട് സ്പേസും കമ്പനി നൽകിയിട്ടുണ്ട്. അതിൽ ഈ ഒരു സീറ്റ് നമുക്ക് ഫോൾഡബിൾ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് അത്യാവശ്യം ലഗേജ് അല്ലെങ്കിൽ സാധനങ്ങൾ 2 പേരൊക്കെ യാത്ര ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പം അതിലെവിടെയാണ് ഈ ഒരു പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് ആ ഒരു സ്പെയർ ടയർ കമ്പനി പ്ലേസ് ചെയ്ത് അപ്പോൾ സ്പെയർ ടയർ ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ വേറെ കാര്യം നമുക്ക് ബൂട്ടിലായിട്ട് പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് പാഴ്സൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി സമയത്ത് തന്നെ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു ഡോർ പാഡിലേക്ക് നോക്കുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അതേപോലെ ബ്ലാക്കിൻ്റെയും അതുപോലെ ലൈറ്റ് കളർ കോമ്പിനേഷനുമാണ് ആ ഒരു ഡോർ പാഡിൽ കമ്പനി നൽകിയത്. അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അതേപോലെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് ആ ഒരു സ്റ്റിയറിംഗ് വീൽ നൽകിയത്. ഓവറോൾ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു കളേഴ്സിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ടോപ്പിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു വൈറ്റ് ബോർഡ് തോന്നുന്ന ഒരു കളർ തീം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പം വരെ പെഡൽസ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഡെഡ് പെഡൽ കൂടി ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ആ ഒരു ബ്രേക്കിൽ ഡെഡ് പെഡൽ നോക്കുന്ന സമയത്ത് നല്ല വലുപ്പത്തിലാണ് ആ ഒരു ബ്രേക്ക് പെഡൽ നൽകിയിട്ടുള്ളത്. ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അതുപോലെ ആ ഒരു AC വെന്റിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് ആ ഒരു AC വെന്റിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ഡാഷ്ബോർഡ് വളരെ നല്ലതുപോലെ ഒന്ന് നോക്കിക്കോ. നല്ല എന്താ പറയുക, ആ ഒരു ആംബിയൻസിലാണ് ആ ഒരു ഡാഷ്ബോർഡ് നമുക്ക് കമ്പനി ഡിസൈൻ ചെയ്തത്. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് ലെതർ റാപ്പിഡാണ് നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലൊന്നും അല്ല ഒരു വാഹനത്തിന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. പക്ഷേ നല്ല രസമുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 6 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ഉള്ളതാണ്. ഈ ഒരു പോർഷനിലേക്കാണ് നല്ല ക്രോം എലമെൻറ്റുകൾ കമ്പനി നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് എന്താ പറയുക വയർഡ് എന്തെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. വയർഡാണ് ആൻഡ്രോയിഡ് ആപ്പ് കാൽപ്പുറം വരുന്നത്. അവിടെ ആ ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരു എയർ പ്യൂരിഫയർ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പോർഷനിൽ അത്യാവശ്യം കൺട്രോൾസും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, ലോക്ക് അൺലോക്ക്, അസാഡ്, അങ്ങനെ കുറേ കൺട്രോൾസും കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത് കാണാം. അതേപോലെ ആ ഒരു ഡാഷ്ബോർഡിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻ്റാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ നല്ല സ്പേസ് നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ താഴ്ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ആ ഒരു താഴ്ഭാഗമൊക്കെ നൽകിയിട്ടുള്ളത്. അതേപോലെ വേറെ ചാർജിങ് സോക്കറ്റാണ്. ഈ ഒരു പോർഷനിൽ 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു വാഹനം എന്ന് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. ആ ഒരു ഗിയർ ലിവറും ഒക്കെ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു കളർ തീംസും കാര്യങ്ങളൊക്കെ ആ ഒരു ക്രോം എലമെൻറ്റുകളൊക്കെ നൽകിയത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്റർ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആ ഒരു സെൻറ്റർ പോർഷനിലാണ് നൽകിയിട്ടുണ്ട്. കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് കീയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് വെക്കാൻ സാധിക്കും. ആംബർസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ അതിനുള്ളിൽ തന്നെ മോശമില്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ആ ഒരു സീറ്റ് എന്താ പറയുക ഹെഡ് റെസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു സീറ്റിൻ്റെ ആ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് അഴുക്കാവുന്ന ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വരുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല ഒരു എന്താ
ഒരു ടോപ്പ് എൻഡ് വാഹനം കാണുന്ന അതേ ഫീലിൽ തന്നെയാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ ഡാഷ്ബോർഡ് കമ്പനി ചെയ്തത്. നമ്മൾ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ LED ലൈറ്റ്സ് ടോപ്പിലാണ് നൽകിയിട്ടുണ്ട്. മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് മിറർ നമുക്ക് കമ്പനി നൽകി. വേറെ സൺഗ്ലാസ് ഹോൾഡർ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ചെയ്യാവുന്നതാണ്. ഈ ഒരു പൊസിഷനിൽ ടിക്കറ്റ് ഹോൾഡർ കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കമ്പനി ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ക്രൂസ് കൺട്രോൾ വരുന്നു, ലെതർ റാപ്പിഡ് ആണ്, ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ് വീല്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നു, ഇൻഫോർമേഷൻ സിസ്റ്റം വരുന്നു. ഒരുവിധ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിനി റിയർ സീറ്റിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പോൾ റിയർ സീറ്റിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു റിയർ പ്രൊഫൈൽ ഡോർ പാഡ് നോക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടുവരുന്ന 2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. അതിന് മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നു, പവറിൻ്റെ കൺട്രോൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ റിയർ AC വെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നൽകിയിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സീറ്റ് കൂടിയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ടോപ്പിൽ നമ്മൾ നോക്കിയാൽ ഒരു LED ലൈറ്റ് കൂടി ആ ടോപ്പിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് വൈസ് ഒരുതും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു. റിയർ സൈഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു AC-യും അതേപോലെ തന്നെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1 ലിറ്റർ 3 സിലിണ്ടറാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുള്ളത്. ഏകദേശം 115 PS-ഉം അതേപോലെ 178 Nm ടോർക്കും നമുക്ക് അവൈലബിൾ ആണ്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറാണ് ഇതിനൊരു ഗിയർ ബോക്സ് ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻസുലേഷൻ്റെ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അങ്ങനത്തെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മോശമില്ലാത്തുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് ആ ഒരു എഞ്ചിൻ ബേയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓവറോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. LED ലാമ്പ് വരുന്നു, പ്രൊജക്ടർ ഫോഗ് ലാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലുള്ള കോർണറിംഗ് ഫംഗ്ഷൻ വരുന്നു. ടയർ സൈസ് ഞാൻ പറഞ്ഞു ഓൾറെഡി. വീൽ കപ്പ് ആണെങ്കിൽ നമുക്ക് അലോയാണെന്നേ പറയുകയുള്ളൂ. മിറേഴ്സ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. റൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. റിയർ വൈപ്പർ ഡിഫോഗർ ലൈൻ നമുക്ക് വരുന്നുണ്ട്. സ്മോക്ക്ഡ് ആയിട്ടുള്ള എല്ലാം യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. അകത്തേക്ക് വന്നൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പ്യൂരിഫയർ, അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ലെതർ റാപ്പിഡ് ആണ്. ടിൽ ആൻഡ് ടെലസ്കോപ്പിക് ആണ്. ഒരുതും വേണ്ട എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കാണ് വാഹനം വരുന്നത്. അപ്പം എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഒരാൾക്ക് ആവശ്യമുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. വേണമെന്നുള്ളവർ ഉടൻ തന്നെ വിളിച്ച് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കുക.